ഹായ് നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ഷില്ലോങ്ങിലാട്ടോ. നമ്മൾ മേഘാലയയിലെ ഷില്ലോങ്ങിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ. അതായത് ഇന്ന് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ചെറിയൊരു ഓഫ് റോഡ് റൈഡ് കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കുറച്ച് ക്ലബ് മെമ്പേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് ഓഫ് റോഡിങ് ഇവൻറ്റ് പരിപാടിക്ക് പോകാൻ വേണ്ടി നിൽക്കുക. പോകുന്ന വഴിയിൽ രാവിലെ തന്നെ ഇതുപോലെ കുറേ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള കുറേ റൈഡ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ബൈക്കേഴ്സിൻ്റെ കാര്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുറേ കാഴ്ചകൾ കണ്ടു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 10-15 വണ്ടി ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു റൈഡ് പോകാനുള്ള പരിപാടിയിലാട്ടോ. അണ്ണനൊരു കൊടി വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. അവനൊരു കൊടി വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വലുതായിട്ട് അടിപൊളിയായിട്ടൊരു കൊടി കെട്ടാൻ തീരുമാനിച്ച്. ഒരു കൊടിയുണ്ട്, ബാക്കിലൊരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ചെറുത്. നമ്മുടെ ഏരിയയിൽ ഓൾറെഡി ഒരു ഇന്ത്യൻ്റെ ചെറിയ ഫ്ലാഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ ഒരു വലുതായിട്ടൊന്ന് അടിക്കാൻ വെച്ചോട്ടാ ഇന്ന്. എന്തായാലും പിന്നെ ഇവിടെ ഭയങ്കര എല്ലാ വണ്ടിക്കും പരക്ക കൊടിയാണ്. അപ്പോൾ നമ്മളെ വണ്ടിക്ക് മാത്രം ഇല്ലാണ്ടിരിക്കുന്നത് ശരിയല്ലടാ. നമ്മൾ കെട്ടലായി ഒരു വലിയൊരു കൊടി. നമ്മുടെ ഏരിയയിൽ ഓൾറെഡി നമ്മളൊരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. എന്നാലും ഫ്രണ്ടിലൊരു കൊടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു ഫ്ലാഗ് വാങ്ങിയിട്ടാ. ഇവിടെ നിന്നൊരു റോഡ് സൈഡിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫ്ലാഗ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടിയിട്ട് നമ്മൾ യാത്ര തുടരാണ്. ഈ മുന്നിൽ പോകുന്നത് വിഷ്ണു ബ്രോൻ്റെ പജീറോ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ആളൊരു മലയാളിയാണ്. ആളിവിടെ വർക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു കെയർ ഓഫിലാണ് എനിക്ക് ഇവിടുത്തെ ഓഫ് റോഡ് ടീം മെമ്പേഴ്സിന് പരിചയപ്പെടാൻ പറ്റിയത്. അപ്പോൾ അവരുടെ കൂടിയാണ് നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. ഷില്ലോങ് വന്നവർക്ക് അറിയായിരിക്കും ഇവിടെ എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് കേട്ടോ. ഇതുപോലെ എപ്പോഴും ബ്ലോക്കായിരിക്കും. ഇന്ന് കുറച്ച് കുറവാന്ന് തോന്നുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒരു ഡാമുണ്ട്, പിന്നെ അതുപോലെ ലേക്കിൻ്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോകട്ടോ. എന്താ ഇവിടെ വേറൊരു ടീമിൻ്റെ പിന്നെ റാലി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ. പോകുന്ന വഴിയിൽ ഇതുപോലെ ലേക്കിൻ്റെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ട്. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അത്യാവശ്യം ആൾക്കാരൊക്കെ റോഡ് സൈഡിലൊക്കെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ബാക്കി ടീം മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. ലേക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലാട്ടോ അവർ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. കാരണം എല്ലായിടത്തും പോയാലും നമുക്ക് എന്താ പറയുക, കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്കൊരു പോലീസ് വന്നു കേട്ടോ. അതിനോട് ഫോൺ ഞാൻ മാറ്റിയാണ്. കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവരെല്ലാം കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നു കേട്ടോ. നമുക്ക് ആന്ധ്രയിലായാലും അവിടുത്തെ ഓഫ് റോഡേഴ്സിൻ്റെ കൂടെ ഞാൻ 2-3 റൈഡ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ ഷില്ലോങ്ങിൽ മേഘാലയയിൽ ഓഫ് റോഡേഴ്സിൻ്റെ കൂടെ നല്ല ട്രാക്ക് വണ്ടിയിൽ എടുത്തിട്ടാണ് കുറേ എണ്ണം വന്നിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല നമുക്ക് എന്താവുന്ന അവസ്ഥ. എൻ്റെ ടയറിൽ ഏകദേശം തീർന്നു. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും കയറ്റും, നോക്കാം. നമുക്ക് വണ്ടി പൊളിഞ്ഞാലും നമുക്ക് വിഷയമല്ല. കയറുന്നൊരു ഓഫ് റോഡ് ആണെങ്കിൽ നമ്മൾ കയറ്റിയിരിക്കും. എല്ലാ വണ്ടിയുണ്ട് കേട്ടോ. പജീറോ ഉണ്ട്, ജെമിനി ഉണ്ട്, ജീപ്പ് ഉണ്ട്, താറുണ്ട്, ഒരുവിധം എല്ലാ വണ്ടിയുണ്ട്. നമുക്ക് ഓസ്കൂർക്ക് ഇല്ലാന്ന് തോന്നുന്നു, ബാക്കിയെല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് ഒരു പൊളിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത വണ്ടികളാണ് കേട്ടോ അധികം ഉള്ളത്. ഇതൊക്കെ കണ്ട അത്യാവശ്യം നല്ല ട്രാക്ക് സ്പെക്കിൽ ബിൽഡ് ചെയ്ത വാഹനങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കയറിപ്പോവാം. ജിമ്നിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. റെഡ് അത്യാവശ്യം പണിയത്ത് ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ബൊലേറോ 1-2 ഉണ്ട് കേട്ടോ. ഒരു അർമഡയുണ്ട്, പിന്നെ അതുപോലെ ഒരു ബൊലേറോ കൂടി ഉണ്ട്. പോകുന്ന വഴിയെല്ലാം വളരെ ചെറിയ ഗ്രാമങ്ങളാട്ടോ. അതുപോലെ ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയുക, ദേശസ്നേഹം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഈ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കെട്ടിയത് കണ്ടു കഴിഞ്ഞാൽ അവർ നിന്ന് സല്യൂട്ട് ചെയ്യും കേട്ടോ.
അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു സമ്പ്രദായമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ കുട്ടികളെന്ന് വെച്ചാൽ ഫ്ലാഗ് വണ്ടിക്ക് കെട്ടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സല്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ ട്രാക്ക് തുടങ്ങുന്ന സ്ഥലത്ത് കേട്ടാ. ഇത്ര സമയം കുറേ ഗ്രാമത്തിൽ കൂടിയല്ലായിരുന്നു വന്നത്. അപ്പോൾ ഇനി ചെറിയ ട്രാക്ക് തുടങ്ങലായി. എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ. നമുക്ക് അർമഡയുണ്ട്, ബൊലേറോ ഉണ്ട്. ബൊലേറോ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ പജീറോ ഉണ്ട്, ജിംനി ഉണ്ട്, താറുണ്ട്, പിന്നെ ജീപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. 540 ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം കേട്ടോ. വലിയ ടാസ്കാണെന്ന് എനിക്ക് അറിയില്ല. പോയി നോക്കാം. നമ്മൾ ടയർ തീർന്നുകൊണ്ട് ഒരു ഇതേ ഉള്ളൂ. ചെളി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. സുഖമായിട്ട് കയറി പോകും. എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്കൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട് കേട്ടോ. അതിലെ കൂടെ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്. എന്തായാലും നോക്കാം കേട്ടോ. പോയി നോക്കാം. പഴയൊരു അറമട ഉണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ ട്രാക്ക് സ്പെക്കാണ്. പിന്നെ വിഷയമില്ല. അവർ പിന്നെ എവിടെയും കയറി പോകും. കുഴപ്പമുണ്ടാവില്ല. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ക്രോസ് ചെയ്ത് കയറേണ്ടത്. ഫസ്റ്റ് ടാസ്ക്. ഇതൊക്കെ ആ ഗ്രാമത്തു നിന്ന് മണൽ വരുന്ന കുറച്ച് ലോറികൾ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ലോക്കൽസ്, ഇവിടുത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അവർ കരി മറ്റേതുണ്ടല്ലോ, ചാർക്കോൾ, അതുണ്ടാക്കൽ. പിന്നെ അതുപോലെ ഇതുപോലെ പിന്നെ മണൽ കാര്യങ്ങളൊക്കെ പിന്നെ കൊടുക്കൽ, അങ്ങനെ എന്തൊക്കെ പരിപാടിയാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. അങ്ങനെ ഫസ്റ്റത്തെ റിവർ ക്രോസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെയോ വില്ലേജിലെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പോകാനുണ്ട് ഉള്ളിലൊക്കെ തോന്നുന്നു. പിന്നെ റോഡുകളൊക്കെ അത്യാവശ്യം നമുക്ക് പോകാൻ പറ്റിയ റോഡ് കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും മുന്നോട്ട് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഏതെല്ലോ കാട്ടിലുള്ളത്. ചെറിയൊരു ഓഫ് റോഡിങ് ആണ്. ഒരു വമ്പൻ എക്സ്ട്രീം ഒന്നും പറയാനില്ല. എന്നാലും കുറച്ച് ഇതുണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിലൊരു ബൊലേറോ ഉണ്ട്. നൈസ് ബൊലേറോ കേട്ടോ. ഈ ബമ്പറാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും സെറ്റാക്കാനുണ്ട്. എല്ലാം സെറ്റാക്കും. വലിയ മഴയൊന്നും പെയ്യാത്ത ഭാഗ്യമായി പോട്ടോ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടിയാണ്. കാരണം നല്ലോണം സ്ലിപ്പാകുന്ന ഫുള്ള് ടെറൈനാട്ടോ. അങ്ങനെ ഒരു പശമണ്ണാണ്. ഇതെനിക്ക് കൂട്ടിനായിട്ടുണ്ടായ വേറൊരു ബൊലേറോ കേട്ടോ. അത്യാവശ്യം അടിപൊളിയല്ല. അപ്പം എനിക്ക് ഇതേപോലെ ഒരു ബമ്പർ കൂടെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. വണ്ടികളൊക്കെ അതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. കണ്ടാ നോക്കിയാൽ മനസ്സിലാവും. അടിപൊളി കേട്ടോ. നൈസ് ലൊക്കേഷൻ ആയിരിക്കും മുകളിൽ കയറിയാൽ. പൊളിക്കാട്ടോ. സൂപ്പർ സൂപ്പർ ഓഫ് റോഡിങ്ങിന് നൈസ് നൈസ്. ഇതാ കയറി പോകുന്ന വണ്ടികൾ. വീഡിയോ എടുക്കാനൊരു സിംഗടീനെ കൂടെ കൂട്ടണം കേട്ടോ. എന്നാലും നല്ല വീഡിയോസ് കിട്ടും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോന്നോരോന്നായിട്ട് കയറി പോകുന്നതാണ് നല്ല രസമുണ്ട്.
വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാകുന്ന എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിങ് ട്രാക്ക് ആയിരുന്നു. അത്യാവശ്യം ചെളി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ നല്ല ഹിൽ ക്ലൈംബ് ഉണ്ടായിരുന്നു, പിന്നെ റിവർ ക്രോസിങ് ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ട്രാക്കായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല ടീമും, അതായത് അവർ വെച്ചാൽ ഈ ഹാർഡ് കോർ ഓഫ് റോഡേഴ്സ് ആണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ അവർക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല ഒരു മൈൻഡ് സെറ്റുള്ള ടീമാണ്. അപ്പോൾ അടിപൊളിയാട്ടോ, എനിക്ക് ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. അടിപൊളി ടെറൈൻ കേട്ടോ. പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുടുങ്ങുന്നില്ല കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ഫുള്ള് ചെളി എന്നെല്ലാം പറഞ്ഞാൽ അത്ര ചെളിയുണ്ട്. പിന്നെ എനിക്ക് ടയർ ഏകദേശം തീർന്നുകൊണ്ട് എന്താണെന്നറിയില്ല, പോകുമ്പോൾ അങ്ങനെ പായച്ച് പിടിപ്പിച്ച് കയറണം കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ കയറ്റും, അത് വിഷയമില്ല. പിന്നെ വിഞ്ചിലെ വണ്ടിയുണ്ട്, ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ രണ്ടും കളിപ്പിച്ച് ഇറങ്ങിയത്. എവിടെയായാലും കുഴപ്പമൊന്നുമില്ല, കെട്ടി കളിക്കാൻ ആളിനാ. പിന്നെ അത് 10-15 വണ്ടിയുണ്ട്. അപ്പോൾ പിന്നെ മുമ്പിലേക്ക് പോയി നോക്കാട്ടോ. നൈസ്. അങ്ങനെ എല്ലാവരും കൂടി ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഗ്യാദർ ചെയ്തിട്ടാ. അപ്പോൾ എല്ലാ വണ്ടിയും വന്നു, എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ച് ജസ്റ്റ് സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി പറഞ്ഞിരുന്നു. എല്ലാവരും പരിചയപ്പെട്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ തന്നെ 17 വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ട്രാക്കും കൂടെ പോകാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എല്ലാവരും കൂടി ഒരു എന്താ പറയുക, ഓരോ ലൊക്കേഷനിൽ ജസ്റ്റ് ഒന്ന് കണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പോകുന്നുണ്ട്, ജസ്റ്റ് ഒരു റെസ്റ്റ്. കുറച്ചുകൂടി ഓഫ് റോഡ് വേണം എന്ന് പറഞ്ഞത് അടുത്ത ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി പോകട്ടോ. എന്തൊക്കെയായാലും ഈ വീക്കെൻഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റിയതുകൊണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കി കുക്കെല്ലാം ചെയ്ത് ഇങ്ങനെ സാധാ ഒരു യാത്ര മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടീമിനെ കിട്ടിയതുകൊണ്ട് എന്തായാലും ഒരു ദിവസം അടിച്ച് പൊളിച്ചു.
ഇതാണ് നമ്മളെ കൂട്ടത്തിലുണ്ടായ ആകെയുള്ളൊരു പജീർ കേട്ടോ. ഇതൊരു മലയാളിയാണ് കേട്ടോ, വിഷ്ണു ബ്രോ. പിന്നെ ആൾ കൊല്ലംകാരനാണ്. അപ്പോൾ ആൾ വഴിയാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. അങ്ങനെ ഓരോ വണ്ടിയായിട്ട് കയറി പോവാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഊഴം വന്നു, നമ്മളും കയറിപ്പോയി കേട്ടോ. ടയറില്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തെന്നി പോകുന്നുണ്ടായിരുന്ന ചില സ്ഥലത്ത്, അത്രയും ഉണ്ടായില്ല കേട്ടോ. എന്തായാലും നാട്ടിലെത്തിയിട്ട് ടയർ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മാറ്റാൻ നിന്നില്ല ഇപ്പം. പക്ഷെ അതില് കേറിയിട്ടാന്ന് തോന്നല ഇപ്പഴത്തെ ഷോർട്ട് എടുക്കല്ലേ ഇനി നമ്മളാ ആ ജീപ്പ് തന്നെയാ, കാറ് തന്നെയാ, അതില് കേറിയില്ല. ഇല്ല കേറിയില്ല. അപ്പൊ ഇതാ നമ്മള് രാവിലെ തുടങ്ങി അതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടി ഇതാ ചാറാ പോരാ. രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ട്രാക്ക് പിടിക്കുക കേട്ടോ. ഇത് കുറച്ചും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം കയറി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഫുള്ള് ചെളിയെല്ലാം നിറഞ്ഞ ഒരു ട്രാക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുമാതിരി പശമണ്ണാണ്, ഭയങ്കര പശമണ്ണാണ്. അപ്പോൾ അത്യാവശ്യം വണ്ടിയൊക്കെ സ്ലിപ്പാകുന്നുണ്ടായിരുന്നു. വണ്ടി ക്രോസായി പോകും, അങ്ങനെ ഫ്രണ്ടിലെ വണ്ടിയൊക്കെ വല്ലാതെ ക്രോസ് ആകുന്നുണ്ട്. കാരണം താറിനൊക്കെ ഭയങ്കര വീതിയിലെ ടയറാണ്, അതിങ്ങനെ തെന്നി അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ലല്ലോ, ഒന്ന് കൊണ്ടിട്ടാ മതി. അങ്ങനെ ഇതാ നമ്മളെ ഫൈനൽ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വരുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ബാക്കി വണ്ടികൾ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ടയർ പുറത്തില്ലാത്തതുകൊണ്ട് നമുക്ക് അധികം ചെളിയൊന്നും തെറിച്ചിട്ടില്ല. ജിപ്സിൻ്റെ എല്ലാം കോലം കണ്ടോ, ഫുള്ള് ചെളിയാട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ തോടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇതാ വണ്ടി അതിനകത്തൊക്കെ കളിക്കലാണ് ഫുള്ള്. പിന്നെ അതിനിടയ്ക്ക് ഒരു ജീപ്പ് അവിടെ കുടുങ്ങി. അപ്പോൾ മറ്റേ വണ്ടി പോയിട്ട് വിഞ്ചൊക്കെ വെച്ച് കെട്ടി വലിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് റാപ്പപ്പ് ചെയ്യാൻ പരിപാടിയെല്ലാം ഇതാ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി കേട്ടോ. ടോട്ടൽ 17 വണ്ടി ഉണ്ട് കേട്ടോ. 17 വണ്ടി
നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി വെച്ചാൽ ഇത്ര വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 17 ഓഫ് റോഡ് എല്ലാം 4 വീല് ഒന്നും പറയണ്ട, കിട്ടില്ല ടീം. ഇനിയിപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഡ്രൈവും കൂടി ഉണ്ട് കേട്ടോ, എന്നാലേ നമുക്ക് മെയിൻ റോഡിലെത്തും. അപ്പോൾ ഇപ്പം ഇനി ഈ കാടിന്ന് പുറത്തിറക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അതിങ്ങനെ കാട്ടിലെ കൂടി പയ്യെ പയ്യെ ഇറങ്ങി പോകുന്ന കേട്ടോ. നല്ല വഴി കേട്ടോ, നല്ല അടിപൊളി വഴിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടച്ചൊക്കെ കിട്ടും നമുക്ക്. ഇപ്പോൾ വാഗമണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടച്ചാണ് കേട്ടോ. മേഘാലയ ഏകദേശം കേരളമായിട്ട് കുറേ സാമ്യമുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എല്ലാവരും വണ്ടി കഴുകുക കേട്ടോ. വണ്ടീൻ്റെ അടിയിലെ ചളിയെല്ലാം കളയലാണ് എല്ലാവരും പണി. ഇതിൽ തോട് കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് ഇറക്കി റവറ കളി തന്നെ. ഞാൻ കഴുകുന്നൊന്നുമില്ല, നമുക്ക് കുറച്ച് ചളിയെല്ലാം പിടിച്ചിരിക്കുന്നത്. നഷ്ടം വന്ന് ഇതാ പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കാഴ്ചകൾ കേട്ടോ. എന്തായാലും ഒരു അടിപൊളി ഫൺ ഡ്രൈവ് ആയിരുന്നു, കുറേ എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടീമും. വണ്ടി കഴുകലെല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി പോകുമ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളൊരു ഫോറസ്റ്റ് റൈഡ് എൻജോയ് ചെയ്തു. നല്ല വൈബായിരുന്നു കേട്ടോ രാത്രി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയില്ല, ഒരു എല്ലാ ജീപ്പും പഴയ വണ്ടികൾ കാര്യങ്ങൾ വിൻറ്റേജ് സെറ്റപ്പും കാര്യങ്ങൾ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഈ കട്ചേസ് ജീപ്പ് കാണുമ്പോൾ എനിക്കൊരു ജീപ്പ് വാങ്ങണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി ആ പർപ്പസ് എന്തായാലും രണ്ട് പർപ്പസ് സെയിമാണ്. എന്നാലും ഒരു ജീപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം കേട്ടോ. എപ്പോഴേലും ഒന്ന് വാങ്ങാം. വണ്ടികളൊക്കെ നിരത്തി പോകുന്നുണ്ടിട്ട് ഈ ഗ്രാമത്തിൽ കുട്ടികളൊക്കെ നിരത്തി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഫ്ലാഗ് ചെയ്യുമ്പോൾ സല്യൂട്ടൊക്കെ ചെയ്ത് നിൽക്കും കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഭയങ്കര എന്താ പറയുക, അവർക്ക് ഭയങ്കര രാജ്യസ്നേഹമാണെന്ന് തോന്നിപ്പോകും കേട്ടോ. പിള്ളന്മാരെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.